നമസ്കാരം. മണി ട്രെൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗാർവെയർ ഹൈടെക് ഫിലിംസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കുറിച്ചാണ്. ഇതൊരു മഹാരാഷ്ട്ര ബേസ്ഡ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 2.5 വർഷം കൊണ്ട് 833 നിന്നും 3571 എന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. മണി ട്രെൻഡ്സ് ഒരു പുതിയ ചാനലാണ്. നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഗാർവെയർ ഹൈടെക് ഫിലിംസ് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം. പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം കാറിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ കാറിന്റെ ഭംഗി കൂടുകയും അതുപോലെ പെയിന്റ് ലെയർ കേടുവരാതെ നോക്കുകയും ചെയ്യും. വാഹനത്തെ സൂര്യപ്രകാശത്തിൽ നിന്നും അതുപോലെ UV റേസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. വണ്ടിയുടെ റീസെയിൽ വാല്യൂ കുറയുന്നത് ഇത് തടയും. ഇത് ഒരിക്കൽ ഇട്ടുകഴിഞ്ഞാൽ ഇത് വർഷങ്ങളോളം കുഴപ്പമില്ലാതെ കിടക്കും. അതൊരു പ്രൊട്ടക്റ്റീവ് ലെയറായി വർക്ക് ചെയ്യും. ഇത് ഇന്ത്യയിൽ പ്രചാരം നേടി വരുന്നതേ ഉള്ളൂ. വില കൂടിയ കാറുകളിലും പ്രീമിയം കാറുകളിലും ആണ് ഇപ്പോൾ കൂടുതലായും ഇത് ഉപയോഗിക്കുന്നത്. ഇത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. ഈ പ്രോഡക്റ്റ് കമ്പനിക്ക് ഒരു ഹൈ മാർജിൻ പ്രോഡക്റ്റ് ആണ്. ഓട്ടോമോട്ടീവ് വിൻഡോ ഫിലിംസ്. കാറിൽ സൺഫിലിം ഒട്ടിച്ചാൽ അത് ചൂട് കുറയ്ക്കാനും UV പ്രൊട്ടക്ഷൻ കിട്ടാനും അതുപോലെ പ്രൈവസി കൂട്ടാനും സഹായിക്കും. ഗ്ലാസ് പൊട്ടിയാൽ ചില്ലുകൾ ചിതറാതിരിക്കാൻ ഇത് സഹായിക്കും. വണ്ടിയുടെ ഇന്റീരിയേഴ്സ് ഇത് പ്രൊട്ടക്ട് ചെയ്യും. പോളിസ്റ്റർ ഫിലിംസ്. ഇത് ഉപയോഗിക്കുന്നത് പാക്കേജ് ലേബലിംഗിനും ഷ്രിങ്ക് ഫിലിംസിനുമാണ്. ആർക്കിടെക്ചറൽ സൺ ഫിലിംസ്. കെട്ടിടങ്ങളുടെ ജനലുകളിലും ഗ്ലാസുകളിലും പതിപ്പിക്കുന്ന സൺഫിലിമാണത്. ഇത് വീടുകളിലും ഓഫീസുകളിലും ഉപയോഗിക്കുന്നു. AC-യുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിയും. സൺഫിലിം ഉപയോഗിക്കുമ്പോൾ കെട്ടിടത്തിന്റെ ഭംഗി കൂടുകയും അതുപോലെ വീടിന്റെയും ഓഫീസിന്റെയും പ്രൈവസി കൂട്ടാനും ഇത് സഹായിക്കും. ഈ കമ്പനി ഗാർവെയർ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാണ്. ഗാർവെയർ ഗ്രൂപ്പ് ഒരു കൺഗ്ലോമറേറ്റ് ആണ്. സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, ഇലസ്റ്റാമോർ പ്രൊഡക്ട്സ് തുടങ്ങിയ വിവിധ പ്രൊഡക്റ്റുകൾ ഇവർ നിർമ്മിക്കുന്നു. 75ഓളം രാജ്യങ്ങളിലേക്ക് ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഗാർവെയർ മെറീൻ ഇൻഡസ്ട്രീസ്, ഗാർവെയർ സിന്തറ്റിക്സ്, ഗാർവെയർ ടെക്നിക്കൽ ഫൈബേഴ്സ്, ഗ്ലോബൽ ഓഫ്ഷോർ സർവീസസ്, ഈ കമ്പനികളെല്ലാം ഗാർവെയർ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിംസിന്റെ താഴെ വരുന്നത് പ്രീമിയം ഫിലിംസ്, മാറ്റ് ഫിലിംസ്, പ്ലസ് ഫിലിംസ്. ഓട്ടോമേറ്റീവ് വിൻഡോ ഫിലിംസ്, അതിന് താഴെ വരുന്നത് ഹൈ പെർഫോമൻസ് ഫിലിംസ്, ഇൻഫ്രാറെഡ് ഫിലിംസ്, ലൈറ്റ് റിഫ്ലക്റ്റീവ് ഫിലിംസ്, നോൺ റിഫ്ലക്റ്റീവ് ഫിലിംസ്. ആർക്കിടെക്ചറൽ ഫിലിംസിന് താഴെ വരുന്നത് ഡിഫെൻഡോ ഫിലിംസ്, ഡിസൈനർ ഫിലിംസ് തുടങ്ങിയവയാണ്. ബിസിനസ് പോളിസ്റ്റർ ഫിലിംസിന് താഴെ വരുന്നത് ഗ്രാഫിക് ഫിലിംസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഫിലിംസ്, ഹീറ്റ് സീലബിൾ ഫിലിംസ്, ലിഡിംഗ് ഫിലിംസ്, ലൈനർ ഫിലിംസ് തുടങ്ങിയവയാണ്. ഗാർവെയർ ഹൈടെക് ഫിലിംസിന് ഏകദേശം 90ഓളം കൺട്രീസിൽ പ്രസൻസ് ഉണ്ട്. ഇന്ത്യയിൽ 2 മാനുഫാക്ചറിംഗ് ലൊക്കേഷൻസ് ആണ് ഈ കമ്പനിക്കുള്ളത്. 5000ഓളം ടിൻറ്റേഴ്സ് ലോകത്തെമ്പാടും ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ജപ്പാൻ, ഫിലിപ്പീൻസ്, ഉസ്ബെക്കിസ്ഥാൻ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളെ അവർ പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ കൂടാതെ 2 രാജ്യങ്ങളിൽ കൂടി സെയിൽസ് ഓഫീസുകൾ ഉണ്ട്, USA-യിലും UK-യിലും. ഗാർവെയർ ഹൈടെക് ഫിലിംസിന്റെ 4 പില്ലേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വാല്യൂ ആഡഡ് സ്പെഷ്യാലിറ്റി ഫിലിംസ്. ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് ആണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവയെല്ലാം കൺസ്യൂമർ പ്രോഡക്ട്സ് ആണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും FMCG-യിലും ഇൻഡസ്ട്രിയൽ സെക്ടറിലും എല്ലാം ഉപയോഗിക്കുന്നതാണ് ഈ പ്രൊഡക്റ്റുകൾ. സോളാർ കൺട്രോൾ ഫിലിം, പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം, ഷ്രിങ്ക് ഫിലിംസ്. 88% വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് കോൺട്രിബ്യൂഷൻ ആയിരുന്നു 2024. മാനുഫാക്ചറിംഗ് എക്സലൻസ്. 2 മാനുഫാക്ചറിംഗ് ലൊക്കേഷൻസ് ആണ് ഈ കമ്പനിക്കുള്ളത്. 42,000 മെട്രിക് ടൺ IPD കപ്പാസിറ്റിയും 4500 LSF CPD കപ്പാസിറ്റിയും. സ്ട്രെങ്തനിങ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഷെയർ. ഇവർ ഏകദേശം 120ഓളം ഗാർവെയർ അപ്ലിക്കേഷൻ സ്റ്റുഡിയോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 750ഓളം അപ്ലിക്കേറ്റേഴ്സിനെ ഇവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഫോസ്റ്ററിംഗ് സസ്റ്റൈനബിൾ ആനുവൽ ഫൈനാൻഷ്യൽ പെർഫോമൻസ്. കഴിഞ്ഞ
6 വർഷങ്ങളിലായി ഇവർ നല്ല ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. റവന്യൂ CAGR 12%, പ്രോഫിറ്റ് CAGR 35%. ഇതൊരു 100% ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണ്. 493 കോടി രൂപയാണ് ക്യാഷ് സർപ്ലസ്. ഒരു സീറോ ഡെറ്റ് കമ്പനിയാണ്. 2017 മുൻപ് ഗാർവെയർ ഹൈടെക് ഫിലിംസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോളിസ്റ്റർ ഫിലിംസ് എക്സ്പോർട്ടർ ആയിരുന്നു. ഇതൊരു കമ്മോഡിറ്റി ഓറിയന്റഡ് ബിസിനസ് ആയിരുന്നു. വളരെ മാർജിൻ കുറവുള്ള ഒരു ബിസിനസ് ആയിരുന്നു. 2018 ശേഷം വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആയ സോളാർ കൺട്രോൾ, പെയിൻ പ്രൊട്ടക്ഷൻ, ഷ്രിങ്ക് ഫിലിം അത് കാരണം കൂടുതൽ റവന്യൂയും അതുപോലെ മാർജിൻസും കൂടി. 2017 മുൻപ് പോളിസ്റ്റർ ഫിലിംസിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ 2024 ആയപ്പോഴേക്കും വാല്യൂ ആഡഡ് സ്പെഷ്യാലിറ്റി ഫിലിംസിലേക്ക് മാറി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 874 കോടി രൂപയിൽ നിന്ന് 1677 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 9% നിന്നും 19%-എത്തി. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ 2.5% നിന്ന് 12%-എത്തി. എക്സ്പോർട്ട് ഷെയർ 58% നിന്നും 78%. നെറ്റ് വർത്ത് 1254 കോടിയിൽ നിന്നും 2045 കോടിയിലെത്തി. ഗാർവെയർ അപ്ലിക്കേഷൻ സ്റ്റുഡിയോ Tier 2 സിറ്റീസിലേക്കും Tier 3 സിറ്റീസിലേക്കും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തില് ഇപ്പോ നല്ല ചൂടാണ്. ഈയിടെ കേരള ഹൈക്കോടതി വണ്ടികളിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനുള്ള അനുമതി നൽകിയ വാർത്ത നമ്മൾ കണ്ടിരുന്നു. ഈ വാർത്ത ഗാർവെയർ ഹൈടെക് ഫിലിംസിന് ഒരു പോസിറ്റീവാണ്. ഷെയർ പ്രൈസ് 3571 രൂപയാണ്. ഈ കമ്പനിയുടെ റവന്യൂ നമുക്ക് നോക്കാം. 2022 1342 കോടി രൂപയായിരുന്നു. 2023 ആയപ്പോ അത് 1480 കോടി രൂപയായി. 2024 ആയപ്പോ അത് 1716 കോടി രൂപയായി. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 2022 167 കോടി രൂപയായിരുന്നു. 2023 അത് 166 കോടി രൂപയായി. 2024 ആയപ്പോ അത് 203 കോടി രൂപയായി. ഓപ്പറേറ്റിംഗ് മാർജിൻ 18.25%. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 11.46%. റിട്ടേൺ ഓൺ ഇക്വിറ്റി 9.54%. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 12.6%. ക്വിക്ക് റേഷ്യോ വന്ന് 2.14 ആണ്. കറന്റ് റേഷ്യോ 3.27 ആണ്. ടു ഇക്വിറ്റി 0.01 ആണ്. PE റേഷ്യോ 33.47 ആണ്. പ്രൈസ് ടു ബുക്ക് 3.88 ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. മാർച്ച് 2024 172 കോടി രൂപയായിരുന്നു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് 46 കോടി രൂപയാണ്. ഫിനാൻസിംഗ് ആക്ടിവിറ്റി -169 crores ആണ്. നെറ്റ് ക്യാഷ് ഫ്ലോ വന്ന് 48 crores ആണ്. കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 10 വർഷം 7%. കഴിഞ്ഞ 5 വർഷം അത് 12%. കഴിഞ്ഞ 3 വർഷത്തെ നോക്കുകയാണെങ്കിൽ 19%. ട്രെയിലിംഗ് 12 months 22%. പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം 40%. കഴിഞ്ഞ 5 വർഷത്തെ നോക്കുകയാണെങ്കിൽ 20%. കഴിഞ്ഞ 3 വർഷത്തെ നോക്കുകയാണെങ്കിൽ 18%. ട്രെയിലിംഗ് 12 months 50% ആണ് കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത്. സ്റ്റോക്ക് പ്രൈസ് CAGR നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം 37%. കഴിഞ്ഞ 5 വർഷം 73%. കഴിഞ്ഞ 3 വർഷം 56%. കഴിഞ്ഞ 1 വർഷം 144%. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കാം. 60.72% പ്രൊമോട്ടറുടെ കയ്യിലാണ്. 34% FIIസിന്റെ കയ്യിലാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ് ആശിഷ് കച്ചോളിയ. അദ്ദേഹം 239 കോടി രൂപയുടെ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഗാർവെയർ ഹൈടെക് ഫിലിംസ് കഴിഞ്ഞ 2-3 വർഷത്തെ പോലെ തന്നെ നല്ല പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്യും എന്ന് പറയാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നോക്കാം. ഏതൊക്കെയാണ് ആ 3 കാരണങ്ങൾ എന്ന് നോക്കാം. പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിംസിന്റെ മാർക്കറ്റ് വളരെ വേഗത്തിലാണ് വളരുന്നത്, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ. ഇന്ത്യൻ മാർക്കറ്റിൽ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിംസ് പ്രചാരം നേടി വരുന്നതേ ഉള്ളൂ.
ഈ കമ്പനി അവരുടെ കപ്പാസിറ്റി 2 മടങ്ങാക്കി വർദ്ധിപ്പിച്ചു. ഇവർ ഫോക്കസ് ചെയ്യുന്നത് പ്രീമിയം അതുപോലെ അൾട്രാ പ്രീമിയം സെഗ്മെന്റിലാണ്. സൺ കൺട്രോൾ ഫിലിംസിൽ നല്ല വളർച്ച നേടാൻ കമ്പനിക്ക് കഴിഞ്ഞു. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് കാരണമാണ് ഇനിയും നല്ല വളർച്ച ലോകമെവിടെയും ഓട്ടോമോട്ടീവ് സെഗ്മെന്റിലും ആർക്കിടെക്ചറൽ ഫിലിം സെഗ്മെന്റിലും പ്രതീക്ഷിക്കുന്നു. അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനാണ് നിലവിലുള്ളത്. വാഹനങ്ങളിൽ PPF-ഉം സൺ കൺട്രോൾ ഫിലിംസും ഒട്ടിക്കുന്ന ആപ്ലിക്കേഷൻ സ്റ്റുഡിയോ ഒരു ഫ്രാഞ്ചൈസ് മോഡലാണ്. ഇത് അതിവേഗം വളരുന്നുണ്ട്. 145 ഗ്യാസ് സ്റ്റുഡിയോസിൽ നിന്നും 200 ആക്കാൻ പ്ലാനുണ്ട്. അതുപോലെ 650 OEM ബ്രാൻഡ് ഡീലർഷിപ്പുകൾ 1000 ആക്കാനും പ്ലാനുണ്ട്. ഈ കമ്പനി അടുത്ത 3 വർഷം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക്, മൾട്ടി ബാഗർ സ്റ്റോക്ക് ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്